ഹായ് സുഹൃത്തുക്കളെ, ഇത് കാട്ടുമുന്തിരിയാണ്. കാട്ടുമുന്തിരി ഒരു 6 എണ്ണം എന്തായാലും പണയിൽ ഞങ്ങൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കായാണ്. ചെറിയ കാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുവിധം പഴുത്ത് വരുമ്പോഴത്തേക്കും നല്ല പഴുത്ത കാ നമുക്ക് കാണാൻ കിട്ടില്ല. കാരണം അതെല്ലാം കിളികൾ കൊണ്ടുപോകും. പക്ഷേ നമുക്ക് വീട്ടിൽ നമ്മളെ വിളയിൽ ഇതുപോലെ വളർത്തിയാൽ നമുക്ക് കിട്ടും. അപ്പോഴേ ഒരു 4 തൈ എന്തായാലും നട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ 2 തൈയായിട്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി അടുത്തുണ്ട്, ഇത് കണ്ടോ, ഒരു തൈ. പിന്നെ അടുത്ത് വേറൊന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ നട്ടിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് 2 തൈ അല്ലാതെ വിളയിലുണ്ട്. അതിന് മുകൾ ഭാഗത്തേക്ക് കയറി പോകുന്നിടത്താണ് ഇപ്പോൾ തൽക്കാലം ഇത്രയും എടുക്കുന്നുള്ളൂ. ഇതിന് ചെറിയ കായാണ്. ചെറിയ കായെന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയ കായാണ്, സാധാരണ മുന്തിരി പോലത്തെ കായല്ല. അപ്പോൾ ഈ കാട്ടുമുന്തിരിയുടെ കായാണെങ്കിൽ പഴുത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും പറിച്ച് തിന്നാൻ കിട്ടത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ വനത്തിലാണെന്നുണ്ടെങ്കിൽ കിളികൾ കൊണ്ടുപോകും. അതിന് പകരമാണ് ഈ വിളയിലിപ്പോൾ ഇങ്ങനെ നട്ടത്. ഇപ്പം വാഴയുടെയും മുളകും ഒക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്ത് അതുകൂടെ നിൽക്കുമല്ല. അപ്പം കാട്ടുമുന്തിരിയുടെ കാ നമുക്ക് കഴിക്കാം, അടിപൊളിയാണ്. അപ്പോൾ ഈ കായെന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്, കുഞ്ഞു കായാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. കാരണം ഇപ്പം മിക്ക ആൾക്കാരുടെയൊക്കെയും വിളകളിൽ ഇങ്ങനെ നട്ട് വരുന്നതായിട്ട് നമ്മൾ പല ഇതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇതിന് പടലിടണം. ഇനിയിപ്പം പടലിടണം. കാരണം പടലിട്ട് നല്ല ക്ലിയറാക്കി കൊണ്ടുപോയെങ്കിലേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പിടിക്കൂ. എന്തായാലും ഒരു അല്പം കൂടെ ഒന്ന് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയും ടേസ്റ്റുള്ള സാധനമാണ് കാട്ടുമുന്തിരിയുടെ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂപ്പുകളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് ആ മുന്തിരിയുടെ കാ പച്ച നിൽക്കുമ്പോൾ കാണാം. പക്ഷേ നമ്മൾ അതൊന്ന് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനമാണ് എന്ന് മാത്രമല്ല കിളികൾ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് 2 തൈ കൊണ്ടുവന്ന് വിളയിൽ നട്ട് കഴിഞ്ഞാലേ നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കുകയും ചെയ്യാം. ഇതിന് നമുക്ക് കഴിക്കുകയും ചെയ്യാം. കാരണം ഞങ്ങളൊക്കെ ശരിക്കും കഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഇതുപോലെ അന്ന് മൊബൈൽ കൊണ്ടുപോകാത്തതുകൊണ്ട് എടുക്കാനും പറ്റിയിരുന്നില്ല. വനത്തിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെ കുഞ്ഞു കാ ശരിക്കും കണ്ടായിരുന്നു. ഇപ്പം പഴുത്ത് നിൽക്കുന്ന ആ സമയത്ത് അറിയാതെയാണ് അവിടെ പോയത്. പക്ഷെ പോയപ്പോൾ തന്നെ അതിനെ പറിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ നല്ല രുചിയായിരുന്നു, നല്ല മധുരമൊക്കെ എന്ന് പറയാൻ പറ്റൂല, അത്ര നല്ലതാണ്, ടേസ്റ്റാണ്. മധുരം എന്നുള്ളതിന് അപ്പുറം ടേസ്റ്റാണ് അതിന്. അങ്ങനെ ഒരു വിചാരിച്ചിരുന്നു തൈ നട്ടിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇത്രയായേ. ഇത് വേറൊന്നാണ്. അപ്പോഴിനി അതിന് കാ വരുമ്പോഴത്തേക്കും നമുക്കൊരു വീഡിയോ ഇടാം. പഴുത്ത് പഴം കഴിക്കാൻ ഭാഗമാകുമ്പോഴത്തേക്ക് അത് കഴിച്ചുകൂടെ കാണിക്കണമല്ലോ. നിങ്ങൾക്കൊന്ന് വിശ്വാസമാകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇത് കണ്ടിട്ടുള്ളവർക്കും കഴിച്ചിട്ടുള്ളവർക്കും അറിയാവും. വേറെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, ശരി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.